രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രുതി വെച്ചു, എന്താ ശ്രുതി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ശ്രുതി കുറച്ച് കവറൊക്കെ കാണിക്കണേ. ഇതിനകത്ത് എന്താ? ഇതിനകത്ത് ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയണ. ശ്രുതിക്ക് അത്ഭുതമായിരുന്നു. അല്ല, അതിന് പൈസ എവിടുന്ന? അതൊക്കെ ഉണ്ടെന്ന് പറയണ. ആ സമയത്ത് സച്ചിൻ, രേവതി, അതുപോലെ രവീന്ദ്രന്, ചന്ദ്രമതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാനേ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ സമ്മാനം എന്ന് പറയണ. സ്പെഷ്യൽ സമ്മാനം? അതെന്താ? നീ ഈ കവർ തുറന്നു നോക്കാൻ പറയണ. അങ്ങനെ ഒരു കവറും കൂടെ കൊടുത്തു. ആ കവറിനകത്തൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടായിരുന്നു. ഇതെന്താ ഈ ജ്വൽ ബോക്സ് എന്തിനാ? അത് തുറന്നു നോക്ക്. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു താലിമാലയാണ് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെയുണ്ട്? നിന്റെ താലിമാല കൊണ്ടുപോയി ഞാൻ വിറ്റിട്ട് പൈസ എടുത്തെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു എല്ലാവരും. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ വാങ്ങിയേക്കുന്നാന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി വന്ന് നോക്കി. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്ക, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛ പൈസ എവിടുന്നാ? ഇവ വല്ലയിടത്തൊന്നും വല്ല മോഷ്ടിച്ചാണോന്നും പറയാൻ പറ്റില്ലല്ലോ. രേവതി പറഞ്ഞു, സച്ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ചിലരൊക്കെ എന്താ പറഞ്ഞേ, ശ്രുതിക്കെല്ലാം വിറ്റ് നശിപ്പിക്കാൻ അറിയത്തുള്ളൂ, ഒന്നും വാങ്ങാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ അവനവന്റെ ഭാര്യയ്ക്കായിട്ട് താലിമാല വാങ്ങിച്ചിട്ട് കൊടുത്തിരിക്കുന്നേ. താലിമാല വാങ്ങിച്ചിട്ട് കൊടുത്തെങ്കിലേ അവൻ വിറ്റ് നശിപ്പിച്ചിട്ടല്ലേ, വെറുതെ ഒന്നും അല്ലല്ലോ. ചന്ദ്രമതി പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും വലുതൊന്നും മേടിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് എന്നാലും അത്രയും വലുതൊന്നും മേടിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ തോന്നില്ല. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് അത് മതി, അവൾ അതിനകത്ത് തൃപ്തിയാന്ന് പറയണം. പിന്നെ ശ്രുതി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പോലെ ഞാൻ എന്താണ് പണം ഒന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പണം കൊണ്ടാ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതൊട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശ്രുതിക്ക്. പിന്നീട് ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താടാ ഈ കവറിനകത്തൊക്കെ? അതുണ്ട്, അമ്മയ്ക്കായിട്ട് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറും കൊടുത്ത് കൊടുക്കണം. ഇത് സാരിയോ? അതെ. എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല സൂപ്പർ കളറുമാണല്ലോ. ഇതിന് എത്ര രൂപയാടാ? ഒരു 5000 രൂപയെന്ന് പറയണം. 5000 രൂപയുടെ സാരിയാ, പിന്നല്ലാതെ അമ്മയ്ക്കായിട്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ? ചന്ദ്രമതി ഒരടി അങ്ങോട്ട് പൊങ്ങി. അപ്പോഴേക്ക് സജ്ജു ചോദിച്ചു, അല്ല അമ്മയ്ക്ക് നീ വാങ്ങി, നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് ആരാ? നിന്റെ അച്ഛനല്ലേ? അച്ഛനു വേണ്ടി നീ എന്താടാ വാങ്ങിയത് എന്നൊരു ഒറ്റ ചോദ്യം. ശ്രുതി പറഞ്ഞു, അച്ഛനും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ആ കവർ തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു വാച്ച് എടുക്കുവാണ്. ചന്ദ്രമതി ചോദിച്ചു, എടാ നിന്റെ അച്ഛൻ എന്തിനാടാ വാച്ച്? അച്ഛൻ റിട്ടയർ ആയിട്ട് വീട്ടിൽ ഇരിക്കുമല്ലേ? അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എനിക്ക് വാച്ചിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ആകെപ്പാടെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് എന്തിനാടാ വാച്ച്? ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അല്ലെങ്കിലും അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, സമയം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ആരെയും നോക്കി നിൽക്കാറില്ല, അറിയാലോ. അതുകൊണ്ട് ഞാൻ വാച്ച് വാങ്ങിയത്. പക്ഷെ ഇത് അച്ഛനല്ല, ഇത് ഞാൻ എനിക്ക് വാങ്ങിയതാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം സച്ചി പറയുകയും ചെയ്തു, ഞാൻ ഓർക്കുകയും ചെയ്തു ഇവനിങ്ങനെ ഒന്നും ചെയ്യുന്നല്ലോ എന്ന്. അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതി ചോദിച്ചു, അമ്മ ഈ വാച്ചിന് എത്ര രൂപയാവുമെന്ന് ചോദിക്കുക. അത് പിന്നെ എത്ര രൂപയാകും? എങ്ങനെ? ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, കൂടിപ്പോയ ഒരു 10-200 രൂപ. 200 രൂപയോ? അപ്പോഴേക്കും രേവതി സച്ചിയായിട്ട് ഇങ്ങനെ കളിയാക്കല്ലേ, ഒരു 500 രൂപയായി കാണും. 500 രൂപ പോലും. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പിന്നെ 500 രൂപയുടെ വാച്ച് എൻ്റെ മകൻ വാങ്ങിക്കുന്നേ. എൻ്റെ മകൻ എന്താ നല്ലൊരു വാച്ച് മേടിക്കാനുള്ള കഴിവില്ലെന്നോർത്താണ് ഇരിക്കുന്നേ. ഇത് 500 രൂപയുടെ വാച്ചൊന്നും അല്ല. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി വെച്ചു, എത്ര രൂപയാമേ? 1000 രൂപയായി കാണും വാച്ചിനെന്ന്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, 1000 രൂപയോ ഈ വാച്ചിനാ? 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാച്ച് കാണിച്ചു തരും. പിന്നെ എത്രടാ ഇതിന്? 51000 രൂപയുടെ വാച്ച്. 51000 രൂപയോ? എന്റെ ദൈവമേ, തള്ളിപ്പോയി ചന്ദ്രമതിയുടെ അതുപോലെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇത് ഇവനെ ആരോ പറ്റിച്ച് വിട്ടിരിക്കുന്ന കണ്ടില്ലേ? ശ്രുതി പറഞ്ഞു, എടാ നീ കാണുന്ന പോലെ ഈ ചുമ്മാ റോഡ് സൈഡിൽ കൂടെ വിൽക്കുന്ന 200-300 രൂപയുടെ വാച്ചൊന്നുമല്ല, ഇതൊക്കെ കമ്പനി സാധനമാണ്. ഞാനൊരു ബിസിനസ്മാൻ അല്ലേ. അപ്പോൾ ആ ബിസിനസ്മാൻ ആകുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡിന് വേണം നിൽക്കാനായിട്ട്. കമ്പനി സാധനങ്ങൾ ഉപയോഗിക്കണം, നല്ല ബ്രാൻഡ് സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ. 3-4 ലക്ഷം രൂപയുടെ വാച്ചൊക്കെ ഓരോ കമ്പനിയിലെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് അറിയാവോ? സ്വന്തമായിട്ട് കമ്പനി ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെയാ.
ഇത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ അന്താളിപ്പോട് കൂടി ശ്രുതിയെ നോക്കണം. കുറെ പൈസ പൊടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ശ്രുതി തന്റെ കവറിനകത്തുനിന്ന് ഒരു തോർത്ത് എടുക്കുകയാണ്. ഇതെന്തിനാടാ? ഇത് അച്ഛനുള്ളതെന്ന് പറയണം. കൊള്ളാം. പെട്ടെന്ന് സച്ചി അതങ്ങോട്ട് മേടിച്ചു. നിനക്ക് 50,000 രൂപയുടെ വാച്ച്, അമ്മയ്ക്ക് 5,000 രൂപയുടെ സാരി, അച്ഛന് 50 രൂപയുടെ തോർത്ത്, നീ ആള് കൊള്ളാലോടെന്ന് പറയണ. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അച്ഛന് ഉപകാരമുള്ള സാധനമല്ലേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എനിക്കതൊക്കെ മതിയടാ, എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. തോർത്താകുമ്പോ അത്യാവശ്യം ദേഹമെങ്കിലും തുടയ്ക്കാലോ. വാച്ചോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ. ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എല്ലാവർക്കും വില കൂടിയ സാധനം മേടിച്ചിട്ട് രവീന്ദ്രൻ മാത്രം ഒരു 50 രൂപയുടെ തോർത്തും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നീട് സച്ചി കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ ദാനം കിട്ടിയ പശുവിന്റെ വായി പല്ലോണം നോക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയം സച്ചി പറഞ്ഞു, എന്നാലും നീ ആള് കൊള്ളാലോ എന്നൊക്കെ പറയണേ. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് പറഞ്ഞു, ഇതിനുള്ള പൈസയൊക്കെ എവിടുന്നാന്ന് അറിയാവോ? എവിടുന്നാ? ഞാൻ പറഞ്ഞില്ലേ കെട്ടുകാടെന്ന് 10 ലക്ഷം രൂപ പിൻവലിക്കാന്ന്. അപ്പൊ അങ്ങനെ കെട്ടുകാടെന്ന് എടുത്താ ശ്രുതി, അത് അടുത്ത മാസം കൃത്യസമയത്ത് തന്നെ അടയ്ക്കണ്ടേ? അടയ്ക്കാന്നേ. അല്ല, അടച്ചില്ലെങ്കിൽ പ്രശ്നമാവും കേട്ടോ. ഇപ്പൊ തന്നെ സച്ചി പറഞ്ഞു കേട്ടായിരുന്നോ? സച്ചി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു 50,000 രൂപ വെച്ച് മാസം കൊടുക്കാന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതിയാ പറഞ്ഞു, ഉറപ്പായിട്ടും അത് വാങ്ങിച്ചു കൊടുത്തോളാന്ന്. രവീന്ദ്രന് 50 ലക്ഷം രൂപയും കൊണ്ടല്ലേ അവൻ മുങ്ങിയത്. അപ്പൊ അത് ഓരോ ഗഡുക്കളായിട്ട് ഓരോ മാസം 50,000 രൂപ വെച്ച് കൊടുത്തു തീർക്കാന്ന്. നീ ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50,000 രൂപ മാസം എനിക്ക് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അച്ഛന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കില് ശ്രുതി പറയുകയും ചെയ്തു കൊടുക്കാന്നൊക്കെ. പക്ഷെ ശ്രുതിക്ക് ദൂർത്ത് കണ്ടപ്പോൾ ടെൻഷനായി. അത് കണ്ടപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും നമുക്ക് ആ പൈസയ്ക്ക് ഉണ്ടാക്കാന്നല്ലേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള കാര്യമല്ലേ, നീ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചു ശ്രുതിയെ. പിന്നീട് ശരത്തിന്റെ പിറന്നാളാണ്. ശരത്തിന്റെ പിറന്നാളിലെന്ന് ലക്ഷ്മിയമ്മ രാവിലെ എഴുന്നേറ്റു. ശരത്തിനോട് വിളിച്ചു, എടാ നീ പോയി കുളിച്ച പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പറയണേ. എന്തിനാമ്മേ? അതൊക്കെ വേണം, നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്നിട്ട് ചോദിച്ചു, അല്ല എന്തേ ദേവും ശരത്തേക്ക് എന്തേന്ന് ചോദിക്കുക. ശരത്ത് കുളിക്കാൻ കയറി. അവന്റെ കൈക്ക് എങ്ങനെയുണ്ടമ്മേ? കൈക്കൊക്കെ ഭേദമായിട്ടുണ്ട്, വലിയ പ്രശ്നമില്ല എന്ന് പറയണ. കയ്യിലെ കെട്ടൊക്കെ അഴിച്ചെന്ന് പറയണ. രേവതി പറഞ്ഞാ ഇപ്പോഴേ എനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രേവതിയെ കണ്ടു പറഞ്ഞു, ആ ചേച്ചി, അല്ല ഇന്ന് നിന്റെ പിറന്നാളല്ലേടാ, അപ്പൊ ഒന്ന് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണം. അതെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, ചെറുതായ രീതിയിലൊന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവന്റെ കൂട്ടുകാരൊക്കെ വരും, പിന്നെ ദേവും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, അടുത്ത വീട്ടിൽ അവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മോള് വൈകുന്നേരം വരില്ലേ, സച്ചിയും കുട്ടിക്ക് വരണമെന്ന് പറയണം. ശരത്തിന് ഇഷ്ടപ്പെട്ടില്ല. ശരത്ത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സച്ചേണ്ണങ്ങാനി പിറന്നാളിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പിറന്നാളിന് കാണത്തില്ല. ഇത് കേട്ടപ്പം രേവതി ചോദിച്ചു, പിന്നെ എന്താടാ നീ എന്താ പറയണേ? എന്റെ ഭർത്താവല്ലേ സച്ചേട്ടൻ, സച്ചേട്ടന് വരാത്തടത്ത് ഞാൻ വരുവോ? എന്തൊക്കെയാണ് ശരി, ചേച്ചി വരണം, പക്ഷെ സച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. രേവതിക്ക് ദേഷ്യമായി. രേവതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് പോലും രേവതിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് രേവതി വന്ന് ഇങ്ങനെ വീട്ടിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വരുന്നേ. അപ്പൊ സച്ചി കുറച്ച് പൈസയൊക്കെ രേവതിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടേ കുടിക്കലിട, നമ്മുടെ ഒരു വേറൊരു കാറ് കാർത്തികിന് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ വാടക കിട്ടിയതാന്ന് പറയണ. രേവതി അതങ്ങനെ കുടിക്കകത്ത് കൊണ്ടിട്ടിട്ട് വന്നു. പിന്നീട് സച്ചിയോട്, സച്ചിയേട്ടാ ശരത്തിന്റെ പിറന്നാളാ ഇന്നെന്ന് പറയണ. ഇത് കേട്ടപ്പോ സച്ചിക്ക് നല്ല ദേഷ്യമായി. പിറന്നാളാണെങ്കിൽ എന്ത് ചെയ്യണം? അല്ല സച്ചിയേട്ടാ, ഒന്ന് പോവണ്ടേ അവിടം വരെ? പോവാനോ? ദേ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവൻ കാരണം മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയാലോ. എന്നിട്ട് ഇനി അവന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തന്നെ പ്രശ്നം കൂടെ ഉള്ളൂ. അവൻ കാരണം മനുഷ്യൻ നാണം കിട്ടും. സച്ചേട്ടാ, ഒന്നുമല്ലേലും അവൻ എന്റെ അനുജനല്ലേ. അപ്പൊ എനിക്ക് ദേ ഞാനും അവന് തമ്മിൽ മിണ്ടത്തില്ല. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് നിനക്കറിയാലോ. എന്നെ വിളിക്കാത്തടത്ത് നീയും പോകേണ്ട കാര്യമില്ല. എന്നാൽ നിന്നെ വിളിച്ചോ? എന്നോട് എല്ലാം പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ലോ. വിളിക്കാതെ ശ്രദ്ധിക്കാൻ എന്തായാലും ഉണ്ണാൻ പോവാറില്ല. അതുകൊണ്ട് ഞാൻ എന്താണും വരുന്നില്ല. നീയും പോകണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രേവതി, സച്ചേട്ടാ അങ്ങനെ പറഞ്ഞാല് എങ്ങനെ പറഞ്ഞാല്? ഭർത്താവിനെ വിളിക്കാത്തടത്ത് ഭാര്യയ്ക്കും പോകേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തിനാ പോണേ? അവനെ പോലെ ഒരു ഫ്രോഡിന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട്. പറഞ്ഞ മനസ്സിലായല്ലോ. ഒരിടത്തേക്കും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി. രേവതിക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് രേവതി വിഷമിച്ചിരിക്കുക. അങ്ങനെ ഈ സമയത്ത് പിറന്നാളാഘോഷത്തിന്റെ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ലക്ഷ്മിയമ്മരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുകയാണ്. അപ്പം വീടൊക്കെ അലങ്കരിച്ചു, നല്ല സെറ്റാക്കി. കേക്കൊക്കെ ഇനി എടുത്ത് വെച്ചാൽ മാത്രം മതി. രേവതിയും കൂടെ വരണം. രേവതിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയെ ലക്ഷ്മിയമ്മ വിളിക്കുകയാണ്. ലക്ഷ്മിയമ്മ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. മോളെ, നീ എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നേ? നീ വന്നില്ലല്ലോ, നീ വന്നിട്ട് വേണം കേക്ക് മുറിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അമ്മേ, അത് പിന്നെ സച്ചേണില്ലാതെ ഞാൻ എങ്ങനെയാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. മോളെ, നീ വരാതിരിക്കരുത്. ഒടുവിൽ
ശരത്ത് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വന്നില്ല, ഞാൻ കേക്ക് പോലും കട്ട് ചെയ്തില്ല, അറിയാലോ പിറന്നാളും ആഘോഷിക്കില്ല എന്ന് പറഞ്ഞു. രേവതി ആകപ്പാടെ വിഷമിച്ചിരിക്കുക. അപ്പോഴേക്കാണ് വർഷ വരുന്നേ. വർഷ വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി കാര്യം എന്താന്ന് ചോദിക്കുക. എന്തോ കാര്യമുണ്ട്, അതാ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ. കാര്യം പറയണ, ശരത്തിന്റെ പിറന്നാളാണ്, പോകാൻ പറ്റത്തില്ല, സച്ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. അതാണോ കാര്യം? നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമില്ലേ? സച്ചേട്ടൻ എന്താ പറയാൻ അവകാശം ചേച്ചിയുടെ അനുജന്റെ പിറന്നാളിന് പോവല്ലെന്ന്? ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ, ചേച്ചി പോയി പിറന്നാൾ ആഘോഷിക്കുക, അതാ ചെയ്യണ്ടേ, അല്ലാതെ പിറന്നാൾ ആഘോഷിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറഞ്ഞു. അവസാനം രേവതി പറഞ്ഞു, പോകാല്ലേ, സച്ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ ചേച്ചി, സച്ചേട്ടൻ വരുമ്പത്തേനും തിരിച്ചു വന്നാൽ പോരേന്ന് ചോദിച്ചു. അത് ശരിയാ, അങ്ങനെയാണ് സച്ചേട്ടൻ വരുമ്പത്തേനും തിരികെ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇത് ചന്ദ്രമതി കേട്ടു. ഓഹോ, അപ്പൊ സച്ചിയോട് പറയാതെയാണ് ഇവള് പോകുന്നത്. അങ്ങനെയാണ് ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. കുറെ നാളായി കാത്തിരിക്കുന്നേ, സച്ചിനെ ഇവളെ തമ്മിൽ എങ്ങനെ തെറ്റിക്കുമെന്ന് ഓർത്തിട്ട് കിട്ടിയൊരു അവസരമാണ്. സ്വന്തം അമ്മയാന്ന് ഓർക്കണം, തന്റെ മകനും മരുമോളും കൂടെ തെറ്റാനായിട്ട് ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നേ. അങ്ങനെ വർഷം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ രേവതി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് പിറന്നാളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സച്ചി വീട്ടിലേക്ക് വന്നു. അപ്പൊ സച്ചി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സച്ചി നേരത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് മനസ്സിലായി ഇപ്പൊ രേവതിയെ വിളിക്കുന്ന. രേവതി 2-3 വട്ടം വിളിച്ചിട്ട് കേട്ടില്ല. ഇവളിവിടെ അടുക്കളയിലാണെന്നൊക്കെ ഓർത്തോണ്ട് സച്ചി അടുക്കളയിലേക്ക് വന്നു. അവിടെ ചെന്നപ്പോ ഇല്ല. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അവളിവിടെ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയി? അവള് നിന്റെ അളിയന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയെന്ന് പറയണം. പിറന്നാൾ ആഘോഷത്തിനോ? അവളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാണല്ലോ. അവള് പോയെന്ന് പറയാ. ദേമേ വെറുതെ പറയണ്ട, ഞാൻ പോകണ്ടെന്ന് പറയുന്നിടത്തൊന്നും അവള് പോകത്തില്ല. പിന്നെ ഒരു ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ വന്നിരിക്കുന്നു, നീ പറഞ്ഞ ഉടനെ അവള് പോവാതിരിക്കുമല്ലേ? ഒന്ന് പോടാ അവിടുന്ന്, അവള് പോയെന്നൊക്കെ പറയണം. സച്ചിക്ക് വിശ്വാസം വന്നില്ല. നീ എന്നൊരു കാര്യം ചെയ്യ, പോയി നോക്ക്, അപ്പൊ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തി. സച്ചി അപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഇവന് ബാക്കി കലക്കിക്കോളും, ഉറപ്പായിട്ടും രേവതിക്കിട്ട് പണി കിട്ടും എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. അതേ സമയത്ത് ശരത്തിന്റെ പിറന്നാൾ എല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്തു. രേവതി എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം കേക്ക് കൊടുത്തിട്ട് പിന്നെ പായസം കൊടുക്കണം എല്ലാവർക്കും. അങ്ങനെ പായസമൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ശരത്ത് പറഞ്ഞു, ചേച്ചി ഇനി ചേച്ചി എടുത്ത് കൊടുക്കാൻ പറയണം എല്ലാവർക്കും. അങ്ങനെ രേവതി പായസവും കേക്കും ഒക്കെ എല്ലാ ആൾക്കാർക്കും എടുത്തു കൊടുക്കണം. വന്നവർക്കൊക്കെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചി അങ്ങോട്ട് വരുമെന്ന് രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. സച്ചി വന്നിങ്ങനെ നോക്കി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയുടെ ബാ കയറി വാ, ഇതേ പായസം കേക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. സച്ചി അപ്പത്തേനും പറഞ്ഞു, ഞാൻ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നതല്ല, എൻ്റെ ഒരു ഭാര്യ രേവതി ഉണ്ടായിരുന്നു, അവൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നാ. അവൾക്ക് എന്നോടാണോ അത് അവളുടെ സഹോദരനോട് ആണോ കൂടുതൽ ഇഷ്ടമെന്ന് അറിയാൻ വേണ്ടി വന്നാ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇട്ടപ്പോൾ രേവതി പറഞ്ഞു, സച്ചിയേട്ടാ. സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. രേവതിക്ക് ഭയങ്കര വിഷമായി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സമയത്ത് ലക്ഷ്മിയമ്മയൊക്കെ സമാധാനിപ്പിച്ചു. പോട്ടെ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ രേവതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലല്ലോ. അങ്ങനെ രേവതി എല്ലാം കഴിഞ്ഞ് കുറച്ച് പായസമൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എനിക്കും വേണ്ട നിന്റെ വീട്ടിലുള്ള പായസമൊക്കെ, എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ആര് കണ്ടു? അവള് പായസമായിട്ട് വന്നിരിക്കുന്നു. പക്ഷെ രവീന്ദ്രൻ അത് വാങ്ങി കുടിച്ചു. രവീന്ദ്രന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി വന്നു. സച്ചി നന്നായിട്ട് കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. കുടിച്ചിട്ട് വന്നിട്ട് രേവതിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പോയതിന്റെ പേരും പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഭയങ്കര വിഷമായി. രേവതി സച്ചിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സച്ചേട്ടനോ വന്നില്ല, ഞാൻ പോയപ്പോൾ സച്ചേട്ടൻ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാവുന്നുണ്ട് രണ്ടുപേരും കൂടെ. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. ചന്ദ്രമതി ചിരിച്ചോണ്ട് അങ്ങോട്ട് വന്നു. എനിക്കറിയാവുന്ന രീതി ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂന്ന്. രേവതിക്ക് വിഷമമായി. സച്ചി അവിടെ പോയി കിടന്നു. പിന്നെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണം. നല്ലതായിട്ട് പൂസായിട്ടുണ്ട് സച്ചി. അങ്ങനെ ഒടുവിൽ രേവതിയും ചന്ദ്രമതിയും കൂടെ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മയ്ക്കിപ്പോൾ സമാധാനമായി കാണുമല്ലേ? സ്വന്തം മോന്റെ ജീവിതം തകരണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മയെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എന്നാലും ഇത് കുറച്ച് അന്യായം ഓട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി പറയണം. ചന്ദ്രമതി പറഞ്ഞു, എനിക്കിപ്പോൾ എന്താണല്ലോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ തെറ്റിക്കാനായിട്ടൊക്കെ ചന്ദ്രമതി നോക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എങ്ങനെയൊക്കെ തെറ്റിച്ചെന്ന് പറഞ്ഞാലും ഒടുവിൽ സച്ചിൻ രേവതി ഒന്നാമത് തന്നെ ചെയ്യും. ചന്ദ്രമതിയുടെ ഉദ്ദേശം ഒന്നും നടപ്പാൻ പോകുന്നില്ല. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.